എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിത് വന്നിരിക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതായത് കർക്കിടക മാസം ആയില്ലേ, അപ്പോൾ കർക്കിടക മാസമാകുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് വേണം നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. കർക്കിടകക്കഞ്ഞി, ഉലുവക്കഞ്ഞി മുതലായ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉലുവ വരികിയത്, പൂക്കിന് വരികിയതൊക്കെ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ചമ്മന്തികളാണ്. 3 തരം ചമ്മന്തി, പക്ഷേ എല്ലാത്തിൻ്റെയും കൂട്ടൊന്നും തന്നെയാണ് കേട്ടോ. ഇതൊരു ഡിഫറെൻറ്റ് ചമ്മന്തിയാണ്, ഹെൽത്തി ചമ്മന്തിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ്. അപ്പോൾ അതായത് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പിന്നെ ചീര വെച്ചിട്ടുള്ള ചമ്മന്തി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്ന അടിപൊളിയായ റെസിപ്പിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ തിരൂര് അച്ഛൻ ട്രീറ്റ്മെന്റിന് പോയിരുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ കുക്കിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് വീട്ടിൽ ജാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ജാനിൻ്റെ പാരൻസ് ഒക്കെ തന്നെയാണ് കഴിക്കുന്നത്. എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെറുതായി ചാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത അടിപൊളിയുടെ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പോൾ ഇന്ന് കർക്കിടക സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ചമ്മന്തിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു വെറൈറ്റി ചമ്മന്തി ആയിക്കോട്ടെ അല്ലേ. കാരണം എല്ലാവരും പലതരത്തിൽ നമ്മൾ ചമ്മന്തി ചെയ്യാറുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് നിങ്ങൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സലാഡ് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചമ്മന്തി എന്ന് തന്നെ ഇതിട്ട് പറയാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് 3 തരത്തിൽ നമുക്ക് ഉണ്ടാക്കാം. 3 വെജിറ്റബിൾസ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. അതായത് ഒന്ന് ക്യാരറ്റ്, അതുപോലെ തന്നെ ബീട്രൂട്ട്, പിന്നെ ചീര. ഓക്കെ, അപ്പോൾ ചീരയ്ക്ക് പകരം നമുക്ക് പാലക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ സാധാരണ നാടൻ ചീരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, സാധാരണ പോലെ തന്നെ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും നന്ന തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കുക. വളരെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ചീരയാണെങ്കിൽ വളരെ നൈസായിട്ട് അറിയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചീര എന്ന് പറഞ്ഞാൽ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഞാനൊരു ശ്രീലങ്ക റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് ചീര വെച്ചിട്ട് ഇങ്ങനെ ഒരു സലാഡ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പക്ഷേ ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ അതിന് മുൻപായിട്ട് ഇതിലേക്കുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. നമ്മൾ ചമ്മന്തി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വേണ്ടത്, തേങ്ങ വേണം അല്ലേ. അപ്പോൾ ഞാൻ എല്ലാത്തിനും കൂടി ഒറ്റ കൂട്ടാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്യാരറ്റ് ചമ്മന്തി മാത്രമാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ചമ്മന്തി മാത്രം ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് 3 കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ വേണം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില, ഉപ്പ്, അതുപോലെ തന്നെ ലെമൺ ജ്യൂസ്. അതല്ലെങ്കിൽ ലെമൺ ജ്യൂസിന് പകരമായിട്ട് വിനീഗർ ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് ബീട്രൂട്ടിൽ കുറച്ചും കൂടെ നന്നായി തോന്നിയിട്ടുള്ളത് വിനീഗറാണ് കേട്ടോ, ചെറുനാരങ്ങ നീരിനേക്കാളും. അത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 3 ഇതിലേക്ക് കൂടി ഇത്ര തേങ്ങ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2 കൈപ്പിടി തേങ്ങ, 3 ഇതിലേക്കും കൂടെ അളവെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതിന് അളവൊന്നുമില്ല. ഇപ്പോൾ ഒരു ക്യാരറ്റാണ്, ഒരു വലിയ ക്യാരറ്റാണിത്. അപ്പോൾ ഒരു വലിയ ക്യാരറ്റിനാണെങ്കിൽ ഇത്രയും തേങ്ങ മതിയാവും. ഒരു പിടി തേങ്ങ എന്നുള്ള അളവിൽ കേട്ടോ, ഒരു 4 ടേബിൾ സ്പൂണൊക്കെ തേങ്ങ. അപ്പോൾ അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, 3 ചമ്മന്തിയിലേക്കും കൂടിയിട്ട് ഞാനൊരു 4 പച്ചമുളക് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഇത് 4 കൂടിയും കാണിട്ട്. പിന്നെ കറിവേപ്പില നിർബന്ധമൊന്നുമില്ല, പക്ഷേ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഒരു കറിവേപ്പിലയുടെ ഒരു തണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചതച്ച് കൊണ്ടുവരിക. അതായത് അമ്മി നിങ്ങളുടെ അടുത്ത് അമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഒതുക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ മിക്സി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഓവറായിട്ട് അങ്ങനെ അരയാൻ പാടില്ല. ജസ്റ്റ് ഇത് ചമ്മന്തി എന്ന് പറയുമ്പോൾ തേങ്ങ അങ്ങനെ ഓവറായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തി നമ്മൾ പറയില്ല, അതിന് ചട്നി എന്നാ പറയുക. അപ്പോൾ ഒന്ന് ഒതുക്കിയെടുക്കുക എന്ന് പറയാം മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നാടൻ ഭാഷയിൽ പറയണമെങ്കിൽ. അപ്പോൾ അത് ഒതുക്കിയെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങ നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അമ്മിയില്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതുപോലെ ഉണ്ടാവണം കേട്ടോ. അതായത് തേങ്ങ കാണണം. അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകാൻ പാടില്ല. ചെറിയുള്ളിയൊക്കെ നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു പരുവം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 ഉള്ള കാരണം ഞാൻ 3 സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്കിതിലോട്ട് ആദ്യം തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യുക. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അത് ഡിപ്പെൻസ്. ഞാൻ നോക്കട്ടെ, മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി ആവാം. വലിയ ക്യാരറ്റായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 4-5 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് കുറച്ച് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാരങ്ങയുടെ നീരില്ലാന്നുണ്ടെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ക്യാരറ്റിലേക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നാരങ്ങ നീര് തന്നെയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അതിന് ശേഷം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം എരിവ് വേണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പച്ചമുളകിൻ്റെ എണ്ണ അപ്പോൾ ഡിപ്പെൻസ്, നിങ്ങൾക്ക് അനുസരിച്ച് മാറ്റം വരുത്തണം. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് നമ്മൾ ഓൾറെഡി തേങ്ങയിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. കുറവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് സലാഡ് നമ്മൾ വിളിക്കാം കേട്ടോ, നാടൻ സലാഡ്. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, ഈസി പീസിയാണ്, പക്ഷേ ഭയങ്കര ഹെൽത്തിയാണ്. നമ്മൾ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ തിരൂരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഡോക്ടർ രാധാകൃഷ്ണൻ സാറിൻ്റെ ബുക്കിൽ നോക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാനിതെല്ലാം. ജാൻ്റെ അമ്മയൊക്കെ ഇപ്പോൾ സ്ഥിരം, ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് ഇതാണ് ജാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. പലതരം പച്ചക്കറികൾ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒന്നും കൂടെ നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അടുത്തത് നമുക്ക് ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത്, ചെറിയ ബീറ്റ്റൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സെയിം പോലെ തന്നെ. അപ്പോൾ കളർഫുള്ളാക്കാൻ നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങ, ഉള്ളിയും പച്ചമുളകും കൂടിയുള്ള മിശ്രിതം മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ നോക്കിയപ്പോൾ വിനീഗർ ഇവിടെ ഇല്ല, കഴിഞ്ഞു എന്നത്തെ ചേച്ചി പറയണത്. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നതിലേക്ക് സവാള വേണമെങ്കിൽ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു സാലഡ് രൂപത്തിലാവും. മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ആവാം, 2 ടേബിൾ സ്പൂണെങ്കിലും വേണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബീറ്റ്റൂട്ടിനും ക്യാരറ്റിനൊക്കെ ചെറിയൊരു മധുരമുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഉപ്പും പച്ചമുളകും ഒക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ജാനൊക്കെ എനിക്ക് ഇത് മാത്രം കഴിക്കുന്നത്, ചോറ് കഴിക്കാറില്ല ഇപ്പോൾ ജാൻ. അടിപൊളിയാണ്. പാത്രത്തിലൂടെ മാറ്റാം. അങ്ങനെ രണ്ടാമത്തെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചീരയാണ്. ചീരയും സെയിം പ്രൊസീജിയർ തന്നെ, ഒരു മാറ്റവും ഇല്ല. നല്ല കാറ്റ് ഇവിടെ. നമ്മുടെ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ പിള്ളേർ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്തൊട്ട് ചേച്ചി കാണുന്നത്, പക്ഷേ ഇതൊക്കെ ഭയങ്കര ഹെൽത്തിയാണ് മക്കളെ. നമ്മുടെ പറമ്പിലുണ്ടായ ചീരയാണ് കേട്ടോ, നാടൻ ചീരയാണ്. അതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചീരയിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കാറില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഞാൻ ഇത് ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ പച്ചമുളക് ഇച്ചിരി കൂട്ടിയിടും മാത്രം. പച്ചയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു വിരോധം ഇല്ല കേട്ടോ. പച്ചയ്ക്ക് ഇപ്പോൾ ഇതെങ്ങനെ ചേച്ചി കഴിക്കുന്നതെന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും ചിലപ്പോൾ ചിലരും. ഞാൻ കഴിച്ചു നോക്കട്ടെ. അടിപൊളി. ഇതാണ് ഇങ്ങനെയാണ് ഞാൻ ശ്രീലങ്ക റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ആദ്യമായിട്ട് സ്പിനാച്ച് സലാഡ് എന്ന് പറഞ്ഞിട്ടാണ് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ജാനും ഇഷ്ടപ്പെട്ടു. അപ്പം ഇത്രയാണ് നമ്മുടെ കർക്കിടക സ്പെഷ്യലായിട്ടുള്ള ചമ്മന്തി. അപ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ, നേരത്തെ പോലെ തന്നെ. നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ എപ്പോഴെങ്കിലും വെറൈറ്റിക്ക് ആക്കിയിട്ട് ചെയ്യാം. ഇതേപോലെ ഹെൽത്ത് നോക്കുന്ന ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പം ഈ 3 ചമ്മന്തിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിച്ചു, നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നോട് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ചാറെടുക്കുകയാണ് കേട്ടോ. ഇന്ന് കർക്കിടകം ഒന്നല്ലേ, മുക്കുറ്റിയുടെ ചാറ് ചേച്ചി ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുക ചാറെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ മുക്കുറ്റി അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, എന്നാലും പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാ. ഒരു കുട്ടികളാണ് അത്ര പോലെ. അവരും ഫേസ് കണ്ട എല്ലാവരും ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞെടുത്ത്. എന്തായിരുന്നു സംഭവം? ഓറഞ്ച് സൂഫ്ലെ, എന്തോ ഒരു സൂഫ്ലെ. അമ്മയ്ക്ക് വായില ചെന്ന് സിന്തറ്റിക് ടേസ്റ്റ്. നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറില്ല ഞാൻ എവിടെ നിന്നാണ് മാല, കമ്മല്, വളയൊക്കെ എടുക്കുന്നതെന്ന്. അതിലൊരു കടയാണിത്. ഇവിടെ സിന്ദൂരാണ്, 3 വീടിയിലാണ് സിന്ദൂരം. ഞാനിങ്ങനെ വള നോക്കിക്കൊണ്ടിരിക്കുകയാണ്.